ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓൺലൈനായും ഈ അല്ലാതെയും ഈ ദൈവവചന പഠനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ, തിരുവചനം പഠിപ്പാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവസന്നിധിയിലായിരിക്കാൻ ഒരവസരം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നുവല്ലോ. നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് ചുറ്റുമായിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഭരിക്കണമേ, നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പാൻ ആഴമായ സത്യങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ മാംസപ്പലകയിൽ എഴുതപ്പെടുവാനായിട്ട്, അത് അനുസരിപ്പാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ വചനം തേനിനേക്കാളും തേൻകട്ടയെക്കാളും മാധുര്യമേറിയതായിട്ടുള്ള വചനം, ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വചനം കർത്താവെ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് എന്ന് കർത്താവെ, ഇത് പൂർണ്ണമായും ഗ്രഹിച്ച് അനുസരിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വം തിരുമേനി എടുത്താട്ട് അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കേൾപ്പിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരെല്ലാം ഏതെല്ലാം സമയം കേൾക്കുന്നു അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദിവ്യമായ വെളിച്ചം വീശുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വം തിരുമേനി എടുത്താട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു. 10ാമത്തെ വാക്യം മുതലാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തെ കുറിച്ച് വളരെ വ്യക്തമായി, സുവിശേഷം എന്താണെന്നുള്ള വ്യക്തമായ നിർവചനം അറിയിച്ച ശേഷം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ചിന്തിച്ചത്. ആ സുവിശേഷം അറിയിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് കൂടുതലായിട്ട് പ്രത്യേകിച്ചും 10ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 10ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള രക്ഷ വൃതന്മാർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായിട്ട് സകലവും സഹിക്കുന്നു. നിത്യ തേജസ്സോടുകൂടെ ലഭിക്കേണ്ടത്. ബിക്കോസ് ഓഫ് ദിസ് ഐ എൻഡ്യൂർ ഓൾ തിങ്സ് ഫോർ ദ സേക്ക് ഓഫ് ദ ഇലക്ട് so that they may inherit salvation of it and eternal glory. നിത്യ തേജസ്സോടുകൂടെ രക്ഷ അവര് പ്രാപിക്കേണ്ടതിന് വേണ്ടി. ആര് പ്രാപിക്കേണ്ടതിനെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. വൃതന്മാർ എന്നുള്ള വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷില് ഫോർ ദ സേക്ക് ഓഫ് ദ ഇലക്ട് എന്നാണ് പറയുന്നത്. ഈ വൃതന്മാർ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിലെ പല ഭാഗത്തും, പ്രത്യേകിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ, പ്രത്യേകിച്ച് ഉപമകളൊക്കെ പറയുമ്പോൾ കർത്താവ് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വൃതന്മാർ, ഇലക്ട്. ഇലക്ട് എന്ന് പറഞ്ഞാല് തെരഞ്ഞെടുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ടെർമിനോളജി അനുസരിച്ച്, വേദപുസ്തകത്തിന്റെ പദപ്രയോഗം അനുസരിച്ച് ചിലരെങ്കിലും അതിനെ പ്രീഡെസ്റ്റൈൻ, മുൻനിർണയിക്കപ്പെട്ടവർ എന്ന് പറയാറുണ്ട്. റോമാലേഖനം 8ാം അധ്യായത്തില് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും അത് പറയുന്നത്. റോമാലേഖനം 8ാം അധ്യായത്തിന്റെ 29ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ മുൻ നിയമനം എന്നുള്ളൊരു വാക്കുണ്ട്. അതിന് മുമ്പില് 29ാമത്തെ വാക്യം പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. whom God foreknew, ദൈവം ആരെയൊക്കെ മുന്നറിഞ്ഞുവോ അവരെ he foreordained, അവരെ മുൻ നിയമിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ ഇലക്ട് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നതിൽ ഒരു കുറ്റവാളിയെ പോലെ, ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ചങ്ങല ധരിച്ച് ഞാൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു, ദൈവവചനത്തിന് ബന്ധനമില്ല. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് therefore ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് ലഭിക്കേണ്ടതിന്. വൃതന്മാർ എന്ന് പറഞ്ഞാൽ ഇലക്ട്, അല്ലെങ്കിൽ മുന്നറിഞ്ഞവർ, മുൻ നിയമിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കില് ആ പദം എക്ലെക്ടോസ് എന്നുള്ളൊരു പദമാണ്. എക്ലെക്ടോസ് എന്നുള്ള പദമാണ് വൃതന്മാർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം തന്നെ കർത്താവായ യേശു ക്രിസ്തു പല പ്രാവശ്യമായിട്ട് തൻ്റെ പാരബിൾസില്, ഉപമകളില് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കിയാൽ, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കിയാൽ, പ്രത്യേകിച്ചും വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള വാക്കിന് മെനി ആർ ഇൻവൈറ്റഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. ആ ചോസൺ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള വാക്കിന് എക്ലെക്ടോസ് എന്നുള്ള പദം തന്നെയാണ് ഗ്രീക്കില് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വൃതന്മാർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തു താന് ഒരു ഉപമ പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ചും കർത്താവ് ഒരു വിവാഹ സദ്യയുടെ, ഒരു കല്യാണത്തിന് ക്ഷണിച്ചവര് വന്നില്ല. ഓരോരുത്തന് ഓരോ ഒഴികഴിവ് പറഞ്ഞ് മാറിയപ്പോൾ വീട്ടുടമസ്ഥൻ, രാജാവ് മറ്റുള്ളവരെ ക്ഷണിക്കാനായിട്ട് പറയുകയും വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെ ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടെ കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടു. അവനോട്, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ ഉപമയുടെ ഒടുവിലായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. മെനി ആർ ഇൻവൈറ്റഡ് ബട്ട് ഓൺലി ഫ്യൂ ആർ ചോസൺ. അപ്പൊ അനേകരെ വിളിക്കപ്പെട്ടു, അനേകര് കല്യാണത്തിന് വന്നു, പക്ഷേ വിവാഹ വസ്ത്രമില്ലാതെ വന്നവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവിടെ തള്ളപ്പെട്ടു പോയി എന്ന് നാം കാണുന്നു. അപ്പോ ഇതെന്താണ് ഇത് അർത്ഥമാക്കുന്നത്? മറ്റൊരു ഭാഗം കൂടെ നാം നോക്കിയാൽ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മഹോപദ്രവ കാലത്തെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ, ലോക ആരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. 21-ാമത്തെ വാക്യം. എന്നാൽ വൃതന്മാർ നിമിത്തം 22-ാമത്തെ വാക്യത്തില് പറയുന്നു, എന്നാൽ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. ബിക്കോസ് ഓഫ് ദ ഇലക്ട് ദോസ് ഡേയ്സ് വിൽ ബി ഷോർട്ടൻഡ്. അപ്പോ അവിടെയും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, കർത്താവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ഉപമ പറഞ്ഞു. മനുഷ്യരെ ശങ്കയും ദൈവത്തെ ഭയവുമില്ല അതൊരു ന്യായാധിപനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു വിധവ ആ ന്യായാധിപന്റെ അടുക്കൽ വന്നു. വിധവ തന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ആ ന്യായാധിപൻ അവളുടെ കാര്യം പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കും എന്ന് പറഞ്ഞ ശേഷം കർത്താവ് പറയുകയാണ്, ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അപ്പോ ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ. ഇതേ വാക്യം തന്നെ റോമർ 8:33 ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദൈവം who will accuse God's chosen ones? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? കൊലോസ്യർ 3:12
അവിടെ നാം വായിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുവനെന്ന് പറയുന്നു. അവിടെ വൃതന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം അർത്ഥമാക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ എന്നുള്ള അർത്ഥം ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞു, അനേകർ ക്ഷണിക്കപ്പെട്ടു, പക്ഷെ അകത്ത് നീതിയുടെ വസ്ത്രം ധരിച്ച്, വിവാഹ വസ്ത്രം ധരിച്ച് കടന്നു വന്നവരല്ലാത്തവര് ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ പിന്നെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാർ, അവിടെയും തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 തിമോഥെയോസ് 2:19 ഇന്ന് നാം പഠിക്കുന്ന ഈ ഭാഗത്തും 2 പത്രോസ് 2:19 നാം വായിക്കുന്നു, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഗോഡ് നോസ് whoever belongs to him. തനിക്കുള്ളവർ ആരാണെന്ന് കർത്താവ് മുന്നമേ അറിയുന്നു. അതുകൊണ്ട് കർത്താവ് അവരെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അർത്ഥത്തിൽ കർത്താവിന്റെ മുന്നറിവിലാണ് കർത്താവിന്റെ മുൻനിർണയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവര് വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുന്നവരാണ്. അവര് ദൈവത്തിന്റെ ദയയും താഴ്മയും മനസ്സലിവും ഒക്കെ മനസ്സിലാക്കി അന്യോന്യം ക്ഷമിക്കുകയും വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തില് നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാർ. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗുണവിശേഷങ്ങൾ, അവരുടെ ക്യാരക്ടർ ട്രൈറ്റ്സ്, അവരുടെ സ്വഭാവ വിശേഷങ്ങൾ അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം എല്ലാം മുന്നമേ അറിയുന്നത് കൊണ്ട് ആരൊക്കെ നിലനിൽക്കുമെന്ന് ദൈവം അറിയുന്നു. അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് വേദപുസ്തകം പറയുന്നു. പൗലോസ് ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള വൃതന്മാർക്ക് വേണ്ടി അവര് കർത്താവിന്റെ രക്ഷ നിത്യ തേജസ്സോടുകൂടെ പ്രാപിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. പ്രിയമുള്ളവരെ, നാം സുവിശേഷം അറിയിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിന് ആരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമെന്നുള്ളത് മുന്നമേ അറിയാം. എല്ലാവരെയും ദൈവം, ഇൻവിറ്റേഷൻ ഈസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ. ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എല്ലാവരും അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ദൈവം അറിയുന്നത് കൊണ്ട്, പ്രതികരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ദൈവം അറിയുന്നത് കൊണ്ട് അവരെയാണ് വൃതന്മാർ എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ സ്വഭാവ വിശേഷങ്ങളുണ്ട്. അവർ ദൈവസന്നിധിയിൽ സ്ഥിരമായി നിൽക്കുന്നവരാണ്. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് നാം വായിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുവാനായിട്ടുള്ളത്, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. അവരുടെ എതിർപ്പുണ്ടായപ്പോൾ താനൊരു വീട്ടിലേക്ക്, പള്ളിക്ക് അടുത്തൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു. അവിടെ പിന്നെയും എതിർപ്പ് വർദ്ധിച്ചു വരുന്നു. അപ്പൊ പൗലോസ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്തതുപോലെ ലുസ്ത്രയിലും ഇക്കോന്യയിലും തെസ്സലോനിക്കയിലും ബെരോവയിലും ഒക്കെ ചെയ്ത പോലെ എതിർപ്പുണ്ടാകുമ്പോൾ ആ പട്ടണം വിട്ട് വേറൊരു പട്ടണത്തിലേക്ക് പോകുന്നതാണ് പതിവ്. ഒരു പക്ഷേ പൗലോസ് അങ്ങനെ ചിന്തിച്ചു കാണും, കൊരിന്തിലെ എതിർപ്പ് വർദ്ധിച്ചു വരുന്നു, ഇനി ഇവിടെ വിട്ടു പോകാമെന്ന്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 18:10 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, കർത്താവ് രാത്രിയിൽ അവന് പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 18:10 അവിടെ പറയുന്നു, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 18:10 നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആര് നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അപ്പൊ അവിടെ എന്താ അത് അർത്ഥമാക്കുന്നത്? കൊരിന്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് വിക്കഡ് സിറ്റീസ് ഇൻ ദ ഏൻഷ്യന്റ് വേൾഡ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ദുഷ്പ്രവർത്തിക്കാർ നിറഞ്ഞൊരു പട്ടണമാണ്. എന്നാൽ പൗലോസ് അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു, അനേകർ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി. എന്നാൽ എതിർപ്പ് വർദ്ധിക്കുന്നു. പൗലോസ് അവിടെ വിട്ടുപോകണമെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് രാത്രിയിൽ അവന് ദർശനത്തിൽ പ്രത്യക്ഷനായി അവനെ ധൈര്യപ്പെടുത്തുകയാണ്, നീ ഭയപ്പെടരുത്, നീ പ്രസംഗിക്കണം, ആരും നിനക്ക് ദോഷം ചെയ്യത്തില്ല, ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. പൗലോസ് പിന്നെയും അവിടെ താമസിച്ച് പ്രവർത്തിക്കുവാൻ ഇടയായത്, കൊരിന്തിലെ സഭ വർദ്ധിപ്പാൻ ഇടയായത് ആ ദർശനം മുഖാന്തരം. അപ്പൊ കർത്താവ് മുന്നമേ അറിയുന്നു, ഈ പട്ടണത്തിൽ ഇനിയും വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ട അനേകം പേരുണ്ട്.
ഇപ്പൊ സുവിശേഷ വേലയിൽ എപ്പോഴും നാം ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇതില് നാം കുറച്ച് കഷ്ടം സഹിക്കേണ്ടതായിട്ടുണ്ട്, എതിർപ്പുകൾ വർദ്ധിക്കും. പക്ഷേ സുവിശേഷത്തോട് പ്രതികരിക്കുന്നവര് എവിടെയൊക്കെ ഉണ്ടെന്ന് ദൈവം അറിയുകയും അവിടെയൊക്കെ ദൈവം തൻ്റെ ദാസന്മാരെ അയക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇലക്ട് എന്ന് പറയുന്നത്, മുൻനിർണയം. അത് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ വേറൊരു ഉപമ കർത്താവ് പറയുമ്പോൾ, ഒരു മനുഷ്യൻ ജോലിക്കാരെ തൻ്റെ തോട്ടത്തിൽ തൻ്റെ പണിക്ക് വിളിച്ചാക്കും. രാവിലെ പോയി, നമ്മുടെ സമയം വെച്ച് പറഞ്ഞാല് 10 മണിക്ക് പോയി കുറച്ച് പേരെ വിളിക്കുന്നു, അല്ലെ 9 മണിക്ക് കുറെ പേരെ ആക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് കുറെ പേരെ വിളിക്കുന്നു, 3 മണിക്ക് കുറെ പേരെ വിളിക്കുന്നു, 5 മണി ആകുമ്പോഴും ചെന്ന് കുറെ പേരെ വിളിക്കുന്നു. പക്ഷെ എല്ലാവർക്കും പറഞ്ഞു ഒത്തിരിക്കുന്ന ഒരു വെള്ളിക്കാശ ശമ്പളം. രാവിലെ വിളിച്ചോനും ഉച്ചയ്ക്ക് വിളിച്ചോനും 3 മണിക്ക് വിളിച്ചോനും വൈകുന്നേരം വിളിച്ചോനും ഒരേ ശമ്പളമാണ് പറഞ്ഞ് ഒത്തിരിക്കുന്നത്. വൈകുന്നേരം കൂലി വാങ്ങിക്കാൻ വന്നപ്പം രാവിലെ വന്നവർ വിചാരിച്ചു, ഞാൻ രാവിലെ തൊട്ട് ഇപ്പം വരെ വർക്ക് ചെയ്തതല്ലേ, ഒരു വെള്ളിക്കാശ് പറഞ്ഞെങ്കിലും ഈ വൈകിട്ട് 5 മണിക്ക് വന്നവന് ഒരു വെള്ളിക്കാശാണല്ലോ കൊടുക്കാൻ പോകുന്നത്, അപ്പൊ അവനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമെന്ന് ഈ രാവിലെ വന്നവരും ഉച്ചയ്ക്ക് വന്നവരും ഒക്കെ വിചാരിച്ചു. എന്നാൽ യജമാനൻ പറയുന്നു, ഞാൻ എല്ലാവരോടും ഒരേ ശമ്പളമാണ്. ഒടുവിൽ വന്നവനും നിനക്ക് തരുന്ന ശമ്പളം കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ട്, അതിന് നിനക്കെന്താ എന്ന് പറഞ്ഞാൽ ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തെയാണ്. ദൈവം അറിയുന്നു, ദൈവം സകലവും അറിയുന്നു. നാം നമ്മുടെ ചിന്താഗതിയിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോഴാണ് ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്, അതെന്താണ് ദൈവം അങ്ങനെ ചെയ്യുന്നതെന്നും ദൈവം എന്തുകൊണ്ട് കുറെ പേരെ തള്ളിക്കളയുന്നു എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉരുവാകുന്നു. എന്നാൽ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം എല്ലാം മുന്നമേ അറിയുന്ന ദൈവമായതുകൊണ്ട് ദൈവം അത് ആരൊക്കെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമെന്നും വിശ്വാസത്തിനോട് പ്രതികരിക്കുമെന്നും വിശ്വാസം ഏറ്റെടുക്കുമെന്നും ഉള്ളത് കർത്താവ് അറിയുന്നു. മറ്റൊരു വാക്യത്തിലും പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് പറയുന്നു, എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല, വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും, ആരുടെയൊക്കെ ഹൃദയങ്ങള് സുവിശേഷത്തോട് മറുത്ത് നിൽക്കുമെന്ന്, കഠിനപ്പെട്ട് നിൽക്കുമെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് ആണ് ദൈവം എലക്ട് അല്ലെങ്കിൽ ചോസൻ വൺസ് എന്നുള്ള ഒരു വാക്ക് ദൈവവചനം എപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ളവർ വിശ്വാസത്തോട് റെസ്പോണ്ട് ചെയ്യുക മാത്രമല്ല, ഒരു അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കണ്ടുപോലെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാണ്. അവര് രക്ഷ നിത്യ തേജസ്സോടുകൂടെ, വിത്ത് ഇറ്റേണൽ ഗ്ലോറി ദേ വിൽ ഇൻഹെറിറ്റ് സാൽവേഷൻ, നിത്യ തേജസ്സോടുകൂടെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി. അപ്പോ പൗലോസ് പറയുകയാണ്, ഞാൻ കഷ്ടപ്പെടുന്നത് ഈ വൃതന്മാര് സുവിശേഷം കേൾക്കുകയും രക്ഷയിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവര് രക്ഷയിൽ നിലനിൽക്കുകയും ചെയ്യണം. അവർ ഈ രക്ഷ നിത്യ തേജസ്സോടുകൂടെ പ്രാപിക്കണം. അതുകൊണ്ട് ഞാൻ സുവിശേഷ നിമിത്തം ഇതൊക്കെയും സഹിക്കുന്നു, ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഭാഗം മനസ്സിലാക്കുവാൻ നമുക്ക് അല്പം പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിന്റെ സർവജ്ഞതയിൽ ദൈവം സകലവും അറിയുന്ന ദൈവം, ആരൊക്കെ സുവിശേഷത്തോട് പ്രതികരിക്കുമെന്നും ആരൊക്കെ നിലനിൽക്കുമെന്നും അറിയുന്ന ദൈവം അവരെ മുന്നറിയുന്നത് കൊണ്ട് അവരെ മുൻ നിർണയിച്ചിരിക്കുന്നു, മുന്നമേ വിളിച്ചിരിക്കുന്നു. എന്നാൽ വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഗോഡ് നോസ് ഹൂ ഓൾ ബിലോങ്സ് ടു ഹിം. ആരൊക്കെ നിലനിൽക്കുമെന്ന് കർത്താവ് അറിയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ, വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ സുവിശേഷം അറിയിക്കപ്പെടണം. അവർ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് കർത്താവിനെ ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു തവണയൂടെ അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം വീണ്ടും അവിടെ സന്ദർശിച്ച് ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. മിഷണറി യാത്രകളിലെല്ലാം തന്നെ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം മിഷണറി യാത്രയിൽ സുവിശേഷം അറിയിച്ച സ്ഥലങ്ങള് വീണ്ടും പൗലോസ് 2-ാം മിഷണറി യാത്രയിലും സന്ദർശിച്ച ശേഷമാണ്
പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. മൂന്നാം മിഷണറി യാത്രയിലും അതേ രീതി തന്നെ താൻ തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് സുവിശേഷം സ്വീകരിച്ചവര് സുവിശേഷത്തിൽ നിലനിൽക്കണമെങ്കിൽ അവരെ പിന്നെയും പിന്നെയും പ്രബോധിപ്പിക്കുകയും അവരെ പിന്നെയും പിന്നെയും എൻകറേജ് ചെയ്യുകയും വേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി പൗലോസ് കഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ നാം വായിക്കുന്നു. അതിനുശേഷം 11-ാമത്തെ വാക്യം ഇവിടെ നാം കാണുന്നത്, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങള് ആദിമസഭയുടെ ഒരു കീർത്തനമായിരുന്നു. അവർ കൂടി വരുമ്പോഴൊക്കെയും അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കീർത്തനം, ഒരു ഗാനമായിരുന്നു ഇതെന്ന് പറയും. അതുകൊണ്ടാണ് ഇത് തുടങ്ങുമ്പോഴ് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ തുടങ്ങുമ്പോൾ ഹിയർ ഈസ് എ ട്രസ്റ്റ്വർത്തി സേയിങ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇത് വിശ്വാസയോഗ്യമായ വചനം തന്നെ. അതുപോലെ ചില വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹിയർ ഈസ്, ഇത് വിശ്വാസയോഗ്യമാകുന്നു, ഇത് വിശ്വാസയോഗ്യമായ വചനമാകുന്നു. എന്താണ് വിശ്വാസയോഗ്യമായ വചനം? നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. If we die with him, if we died with him, we will also live with him. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ദൈവവചനപ്രകാരം മരണമെന്ന് പറയുന്നത് 2 മരണങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ശാരീരിക മരണം, 2 ആത്മീക മരണം. ഇനി മറ്റൊരു മരണത്തെ കുറിച്ചുകൂടെ നമുക്ക് പറയാം. നാം പാപസംബന്ധമായി മരിക്കുന്നു, സ്വയത്തിന് മരിക്കുന്ന ഒരു മരണം. അപ്പോഴേ നമുക്കൊരു 3 മരണങ്ങളെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം. 2 ആത്മീക മരണം, ആത്മീകമായ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയാതെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു, പാപം കൊണ്ട് മരിച്ച അവസ്ഥയിൽ ആത്മീക മരണം സംഭവിച്ച സ്പിരിച്വൽ ഡെത്ത്. ഫിസിക്കൽ ഡെത്ത് ആൻഡ് സ്പിരിച്വൽ ഡെത്ത്. എന്നാൽ മറ്റൊരു മരണത്തെ കുറിച്ച് നാം പറയുമ്പോൾ വി ആർ ഡൈയിങ് ടു ദ വേൾഡ്. നമ്മൾ ലോകത്തിന് മരിക്കുകയാണ്, പാപത്തിന് മരിക്കുകയാണ്. പാപത്തിൽ മരിക്കുകയല്ല, പാപസംബന്ധമായി മരിക്കുകയാണ്. അത് റോമാലേഖനത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അവനോടുകൂടെ മരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വളരെ വേദോസ്ത പ്രകാരം വളരെ ആഴമായ ഒരു വാക്കാണ്. എങ്ങനെയാണ് കർത്താവിനോട് കൂടെ മരിക്കുന്നത്? ഇവിടെ ആ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് വി ഡൈഡ് വിത്ത് ഹിം, ഹൗ ക്യാൻ വി ഡൈ വിത്ത് ജീസസ്? എങ്ങനെയാ കർത്താവിനോട് കൂടെ മരിക്കാനായിട്ട് കഴിയും? ഞാൻ പറഞ്ഞു ശാരീരിക മരണമല്ല, പിന്നെ എന്ത് സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് കർത്താവിനോട് കൂടെ മരിക്കുക. ആ മരണത്തെ കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായം എടുത്താല് അപ്പോസ്തലനായ പൗലോസ് അത് വളരെ വ്യക്തമായി റോമാലേഖനം 6-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്. അവിടെ 4-ാമത്തെ വാക്യം തൊട്ട് 1-ാമത്തെ വാക്യം തൊട്ട് 2-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന് മരിക്കുക. ഇനിയും പാപം നമ്മുടെ മേൽ വാഴാതെ വണ്ണം, പാപത്തോട് റെസ്പോണ്ട് ചെയ്യാതെ വണ്ണം നാം മരിക്കുക. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്നിട്ട് 6-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം പറയുന്നു, നാം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി
പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ ഏത് മരണത്തെ കുറിച്ചാ പറയുന്നത്? പാപസംബന്ധമായി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ജീവൻ വെച്ച് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക, ഐഡന്റിഫൈങ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുക, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഹിസ് ഡെത്ത്. ഇത് വളരെ ഒരു ആഴമായ സത്യമാണ്. പലരും ഇത് പലപ്പോഴും നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നെങ്കിലും വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒന്ന്, പാപ സംബന്ധമായി മരിക്കുക. യേശുക്രിസ്തു സകല ലോകത്തിന്റെയും പാപം ഏറ്റെടുത്തുകൊണ്ടാണ് കാൽവറി ക്രൂസിൽ മരിക്കുന്നത്. ആ മരിക്കുമ്പോൾ ഞാൻ ആ മരണത്തിന്റെ സമയത്ത് ലോകത്തിൽ ജീവനോടില്ല, ലോകത്തിൽ ജനിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഞാൻ വളരുമ്പോൾ ഞാൻ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷത്തിനപ്പുറം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു പ്രക്രിയ എന്നിൽ ആരംഭിക്കുക ചെയ്യും. ഞാനത് വിശ്വസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ യേശു കാൽവറിയിൽ മരിച്ച ആ മരണത്തിൽ ഞാനും പങ്കാളിയായിത്തീരുന്നു. ആ മരണത്തോട് ഞാൻ ഏകീഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? അത് ആർക്ക് സംഭവിക്കാനായിട്ട് കഴിയും? ഇതിനെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ വെള്ളം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് പറയുന്നു തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ, ആ വിശ്വസിക്കുന്ന നിമിഷത്തിൽ യഥാർത്ഥമായി ആ വിശ്വാസം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിലേക്ക് വന്ന് വസിക്കുകയാണ്. വസിക്കുമ്പോൾ അവൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനിയും പാപസംബന്ധമായി പഴയ മനുഷ്യൻ ആ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചതിനോടൊപ്പം മരിച്ചു. അതാണ് 6-ാമത്തെ വാക്യം പറയുന്നത്. നമുക്ക് ആ വാക്യത്തിന്റെ ആഴം, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. പിന്നെയും ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ ചോദിക്കുക എങ്ങനെ പാപശരീരം നീക്കം വന്ന്? പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. റോമർ 6-ന്റെ വാക്യമാണ് ഞാൻ വായിച്ചത്. പാപശരീരത്തിന്, പാപ സ്വഭാവത്തിന് നീക്കം വരേണ്ടതിന് എൻ്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. അത് സാധ്യതപ്രായമാക്കുന്നത്, അത് നടപ്പാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് വലിയൊരു ആത്മീക സത്യമാണ്. അത് അനുഭവിക്കുമ്പോഴാണ് അത് കൂടുതലും മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ഈഗോ മരിക്കുന്നു. ഈഗോ എന്നുള്ള വാക്യം അനുഭവിക്കുക, അവന്റെ സ്വയം മരിക്കുന്നു. ആ ഞാൻ എന്നുള്ളത് അങ്ങ് മരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. ഞാൻ എന്നുള്ളത് മരിക്കുന്നു. യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി വിശ്വസിച്ച വ്യക്തിക്ക് പിന്നെ യാതൊരു സ്വയ താല്പര്യവുമില്ല. സ്വയം അവിടെ ക്രൂശിക്കപ്പെട്ടു. ആ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് പഴയ ഞാൻ. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് ഇപ്രകാരം യഥാർത്ഥ സംഭവമാണ്. വിശുദ്ധനായ അഗസ്റ്റിൻ മിലാനില് അദ്ദേഹം വീട്ടിൽ നിന്നൊക്കെ ഓടിപ്പോയി 18 വയസ്സാകുന്നതിന് മുമ്പ് ലോകത്തിൽ ചെയ്യാവുന്ന എല്ലാ പാപങ്ങളും ചെയ്തെന്നാ പറയുന്നത്. പിന്നെ ഇനി ചെയ്യാനൊരു പാപവും ബാക്കിയില്ലായിരുന്നു. ഒത്തിരി സ്ത്രീകളോടുകൂടെ ഒക്കെ ഉല്ലസിച്ചതായിട്ടുള്ള വ്യക്തി. താന് മിലാനിലെ തെരുവുകളിൽ ഒക്കെ അങ്ങനെ ഒരു വല്ലാത്ത ജീവിതം നയിച്ച വ്യക്തിയാണ്.
എന്നാൽ അമ്മ മോണിക്ക വളരെ കരഞ്ഞു. അഗസ്റ്റിൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും ആ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ പഴയ കൂട്ടുകാരികളൊക്കെ അഗസ്റ്റിനെ മാടി വിളിച്ചപ്പോൾ അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞെന്നാ പറയുന്നത്, ദാറ്റ് ഓൾഡ് അഗസ്റ്റിൻ ഈസ് ഡെഡ്. ആ പഴയ അഗസ്റ്റിൻ മരിച്ചു കഴിഞ്ഞു. നിങ്ങളോടുകൂടെ ഉല്ലസിച്ച പാപം ചെയ്ത അഗസ്റ്റിൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരു പുതിയ അഗസ്റ്റിനാണ് ഇവിടെ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് പറയുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അല്ലേ? അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഈ നമുക്ക് വേറൊരു ഉദാഹരണത്തിലൂടെ ചിന്തിക്കാനായിട്ട് കഴിയുന്നത്, നല്ല മദ്യപാനിയായ ഒരു മനുഷ്യൻ, എവിടെ മദ്യം കണ്ടാലും അതിന്റെ പിന്നാലെ ഓടുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചു കിടക്കാന്നിരിക്കട്ടെ. മരിച്ചു കിടക്കുമ്പോൾ എത്ര വില കൂടിയ മദ്യം അവന്റെ മൂക്കിനോട് അടുപ്പിച്ചാലും അവന്റെ വായിലൊഴിച്ചാലും ഒരു തുള്ളി പോലും അകത്തോട്ട് ഇറക്കത്തില്ല. എത്ര വില കൂടിയ മദ്യമാണെങ്കിൽ. പക്ഷെ അല്പമെങ്കിലും ജീവൻ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അത് മുഴുവൻ കുടിക്കുമായിരുന്നു. എന്ന് പറയുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആ പഴയ സ്വഭാവത്തിന് മുഴുവൻ മരിക്കുക. ഇനിയും ആ പാപത്തിന്, ലോകത്തിന്റെ ആകർഷണത്തിന്, പാപത്തിന്റെ പ്രലോഭനത്തോട് ഇനിയും റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇനിയും അതിലേക്ക് വശീകരിക്കപ്പെടുന്നില്ല. കാരണം അവൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അവന്റെ പഴയ മനുഷ്യൻ, പഴയ ആത്മാവ് യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എന്തൊടുക്കും? ഇവിടെ പറയുന്നു, അടക്കപ്പെടും. യേശുക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടാൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റതുപോലെ അവനോടുകൂടെ മരിച്ച് അടക്കപ്പെടുന്നവരും ജീവന്റെ പുതുക്കത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. റോമർ 6:8. യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അത് തന്നെയാണ് ഇവിടെ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തില് ഞാൻ പറഞ്ഞല്ലോ, ആദിമ ക്രിസ്തീയ സഭയുടെ ഒരു കീർത്തനമായിരുന്നു. ഇഫ് വി ഡൈഡ് വിത്ത് ഹിം വി വിൽ ലിവ് വിത്ത് ഹിം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആരും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരിലാണ് ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അവിടെയാണ് റീജനറേറ്റിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രക്രിയ ആ വ്യക്തിയിൽ ആരംഭിച്ചു. പഴയതെല്ലാം പറയുന്ന പോലെ പറയാനും പഴയതെല്ലാം ചെയ്യുവാനും പഴയ പോലെ സ്ഥാനം വേണം, എല്ലാം നല്ലതും വേണം, കാണുന്നതെല്ലാം മോഹിക്കുകയും കാണുന്നതിന്റെ എല്ലാം പിന്നാലെ പോവുകയും ചെയ്യുന്നൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയെ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്? എങ്ങനെയാണ് യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്? അപ്പോ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അതുകൊണ്ടാണ് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈഗോ മരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ആയനിൽ ജീവിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, സുവിശേഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുമ്പോൾ താൻ പറയുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എങ്കിലും ഐ ഡു നോട്ട് കൺസിഡർ മൈ ലൈഫ് വർത്തി, എൻ്റെ പ്രാണനെ എന്തെങ്കിലും വിലയുള്ളതായിട്ട് ഞാൻ എണ്ണുന്നില്ല. ഐ ഡു നോട്ട് കൗണ്ട് ഇറ്റ് വർത്ത് സംതിങ്. എന്തെങ്കിലും വില എൻ്റെ പ്രാണനുള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനെ ഞാൻ വെറുക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കുമ്പോൾ അത് തന്നെ കർത്താവ് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെക്കുറിച്ചും പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ നിലങ്ങളെയോ വസ്തുവകളെയോ സ്നേഹിക്കുന്നവനെ എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പിന്നെ പറയുന്നു, സ്വന്തം പ്രാണനെയും കൂടെ ത്യജിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നമുക്കിതൊരു വലിയ നമ്മളോട് ഇറ്റ്സ് വെരി ഡിമാൻഡിങ് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും. കാരണം സ്വന്തം ജീവനെ, എൻ്റെ സുഖമോ എൻ്റെ സന്തോഷമോ, ഇനി ഞാനങ്ങ് മരിച്ചു പോവുകയാണ്, ഞാൻ കൊല്ലപ്പെടും, ഞാൻ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ കൊല്ലപ്പെടും എന്ന് ചിന്തിച്ച് പിന്മാറുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. ഞാൻ മരിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിന്
ഉള്ളവനാ. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായിട്ട് ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായിട്ട് മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ കർത്താവിന് ഉള്ളവർ തന്നെ. ജീവിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട്, അത് സ്വന്തം പ്രാണനെയും കൂടെ. നമുക്ക് പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുന്നതിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ പോലും നമുക്ക് വിട്ട് കളയുവാനായിട്ട്, അതുകൊണ്ട് നാം നമ്മെ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നവർ, സ്വയത്തെ സ്നേഹിക്കുന്നവർ, നമ്മുടെ സുഖം, നമ്മുടെ സൗകര്യം, നമ്മുടെ താല്പര്യങ്ങള്, അതിനെ ഒന്നും നമുക്ക് വിട്ടൊഴിയുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അവിടെ പറയുന്നു, നാം അവനോടുകൂടെ മരിക്കുന്നെങ്കിൽ കൂടെ ജീവിക്കും. അപ്പൊ ശാരീരിക മരണമുണ്ട്, ആത്മീകമായി മരിച്ച അവസ്ഥയുണ്ട്. എന്നാൽ സ്വയത്തിന് മരിക്കുന്ന, പാപസംബന്ധമായി മരിക്കുന്ന, പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് മരിക്കുന്ന, ലോകത്തിന് മരിക്കുന്ന, ഇനിയും സ്വന്തം ജഡീക സുഖങ്ങൾ ആഗ്രഹിക്കാതെ വണ്ണം അതിന് മുഴുവൻ മരിക്കുന്ന ഒരു മരണം. ആ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം അവനോടുകൂടെ മരിച്ചാൽ കൂടെ ജീവിക്കും. ഇഫ് വി ഡൈഡ് വിത്ത് ഹിം വി വിൽ ലിവ് വിത്ത് ഹിം. പിന്നെ പറയുന്നത് എന്താണ്? നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇഫ് വി എൻഡ്യൂർ വി വിൽ ഓൾസോ റെയിൻ വിത്ത് ഹിം. നാം അവനോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ, എന്താണ് കർത്താവ് സഹിച്ചത്? കർത്താവ് സഹിച്ചത് എന്താണെന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ യേശു, എബ്രായ ലേഖനം 13-12, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എല്ലാവർക്കും സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് മരിക്കേണ്ടി ഒന്നും വരുന്നില്ല. പക്ഷേ ചിലപ്പോൾ വളരെ സഹിക്കേണ്ടതായിട്ട് വരും. ഇവിടെ പറയുന്നു, കർത്താവ് യേശുക്രിസ്തു ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു എന്ന്. പാളയത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദ ക്യാമ്പ്. അതുപോലെ നമ്മളും ചെയ്യാനാ പറയുന്നത്. നാം അവന്റെ നിന്ന സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകും. അപ്പൊ സുവിശേഷം അറിയിക്കുന്നതിൽ പ്രത്യേകിച്ചും ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത് തീമോഥെയോസിനോട് മാത്രമല്ല, എഫെസോസിലുള്ള മറ്റ് മൂപ്പന്മാരോട് കൂടിയാണ്. അവരോട് പറയുന്നു, സുവിശേഷം അറിയിക്കണമെങ്കിൽ സഹിക്കണം. സഹനമില്ലാതെ സുവിശേഷം അറിയിക്കാനായിട്ട് കഴിയുകയില്ല. സുവിശേഷത്തിന് വേണ്ടി മറ്റുള്ളവര് ഈ സുവിശേഷം കേൾക്കണമെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവർ അതിനൊരു വില കൊടുത്തെങ്കിലേ പറ്റും. അത് എവിടെയാണ്? നിന്ന സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത്. നമ്മൾ സാധാരണ പറയുന്നതാണ് ഗോയിങ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺസ്. നമ്മുടെ സുരക്ഷിത മേഖലയ്ക്ക് നാം ആയിരിക്കുന്നതിന് പുറത്തേക്ക് പോയി സഹിക്കാനായിട്ട്, അവനോട് കൂടെ സഹിക്കുക. അവനോട് കൂടെ സഹിക്കണമെങ്കിൽ അവൻ അയക്കുന്നിടത്തേക്ക് പോകണം. ചിലപ്പോൾ എന്താ, നമ്മള് ചിലരെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി അവരോട് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ സ്ഥലം വിട്ടു പോകുക എന്ന് മാത്രമല്ല. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദാസന്മാരെ നേടേണ്ടതിന് ഞാൻ ദാസനായി. ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ഞാൻ ഏത് വിധത്തിലും ചിലരെയെങ്കിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഐ ബിക്കേം ഓൾ തിങ്സ് ടു ഓൾ മെൻ സോ ദാറ്റ് ഐ മേ സേവ് സം ബൈ ഓൾ മീൻസ്, ബൈ എനി മീൻസ്. എങ്ങനെങ്കിലും ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിന് ഞാൻ ഏത് കഷ്ടവും സഹിപ്പാൻ, അവരെ പോലെ ആയിത്തീരുവാൻ, അവരുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, സഹിക്കുവാൻ ഞാൻ തയ്യാറായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. പ്രിയമുള്ളവരെ, അവിടെയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നാം പങ്കാളികളായി തീരുന്നു. പൗലോസ് സുവിശേഷം അറിയിക്കുമ്പോൾ ഞാൻ പറയുന്നു, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അത് നിമിത്തം മൃതന്മാരെ നിത്യ രക്ഷ തേജസ്സോടുകൂടെ പ്രാപിക്കേണ്ടതിന് വേണ്ടി, ചിലരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി, കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന ജനം സുവിശേഷം കേൾക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലും 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യർ 1:24.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെന്നല്ല പൗലോസ് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ. ഐ എം സഫറിങ് ഫോർ യുവർ സേക്ക് സോ ദാറ്റ് യു മേ ഹിയർ ദ ഗോസ്പൽ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഞാൻ കഷ്ടം സഹിക്കുന്നു. അത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല. നിങ്ങൾ ഇത് കേൾക്കണമെങ്കിൽ ഞാൻ കഷ്ടം സഹിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ സുവിശേഷത്തിൽ നിലനിൽക്കണമെങ്കിൽ ഞാൻ കഷ്ടം സഹിച്ചേ മതിയാകത്തുള്ളൂ. അത് ഞാൻ പൂരിപ്പിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് അവന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയായി തീരുക എന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു. മറ്റുള്ളവർ സുവിശേഷം കേൾക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നാം കഷ്ടം അനുഭവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നാം ഇറങ്ങി ചെല്ലണം. നാം ഇരിക്കുന്നിടത്ത് ഇരുന്ന് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാനായിട്ട് കഴിയില്ല. അവരുടെ അവസ്ഥയിലേക്ക്, അവരുടെ സാഹചര്യങ്ങളിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരുടെ കഷ്ടങ്ങൾ പങ്കിട്ടുകൊണ്ട് ഔട്ട്സൈഡ് ദ ക്യാമ്പ്, പാളയത്തിന് പുറത്തേക്ക് പോകണം, ഇറങ്ങി ചെല്ലണം. അവിടെയാണ് സഹനത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, മരിക്കുന്നുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇനിയും പറയുന്നത്, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഇഫ് യു ഡിസോൺ ഹിം ഹി വിൽ ഓൾസോ ഡിസോൺ അസ്. ഡിസ്ഓൺ എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്ഓൺ എന്ന് പറഞ്ഞാൽ എൻ്റേതല്ല, എനിക്കറിയത്തില്ലെന്ന് പറയും. പത്രോസ് അങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നീ നസ്രായന്റെ കൂടെ ഉള്ളവരാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും. എന്താ തള്ളിപ്പറയുക എന്നുള്ളതിന്റെ എതിർപദം എന്താണ്? ഓപ്പോസിറ്റ്, ഏറ്റുപറയുക. ഡിസോൺ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യുക. യേശു, ഞാൻ യേശുവിന്റെ കൂടെയാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, ഞാൻ അവന് വേണ്ടി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിച്ചു. മത്തായി 10:32. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് മനുഷ്യരുടെ മുമ്പിൽ നാണിച്ചാൽ, ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്നായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഡിസോൺ ചെയ്യുന്നവനെയോ തള്ളി പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഇവിടെ വളരെ വ്യക്തമായിട്ട് അത് തന്നെയാണ് ഇവിടെ ഏർലി ചർച്ചിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ആദിമസഭ ഇതെന്നും പറഞ്ഞുകൊണ്ടിരുന്ന. നമ്മൾ ആരാധനക്രമം വായിക്കുന്ന പോലെ അവർ കൂടി വരുമ്പോഴൊക്കെ ഈ ഗീതങ്ങളൊക്കെ ചൊല്ലും. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, അവനോടുകൂടെ സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും, അവനെ തള്ളിപ്പറയുന്നെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. പിന്നെ ഇത് വിശ്വാസയോഗ്യമായ വചനമാകുന്നു എന്ന് പറയും. പ്രിയമുള്ളവരെ, നാം എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നാം അവനെ തള്ളിപ്പറയുന്ന എത്രയോ അവസരങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ചാൽ, ലൂക്കോസ് 9:26, ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെ കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ആദ്യം പറഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിൽ തള്ളിപ്പറയുന്നതിനെ കുറിച്ചാണ്. തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും. ഇവിടെ പക്ഷേ ഒരു വ്യത്യസ്തമായ നാണിക്കുന്നൊരനുഭവം. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, എന്താ വചനത്തെ കുറിച്ച് നാണിക്കുക എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മള് ഓരോ അവസരങ്ങൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വസ്തു വിൽക്കുമ്പോൾ സബ്രൈസ് സാറടക്കം ചെല്ലും, എത്ര രൂപയ്ക്ക് ഇത് വിറ്റെന്ന് ചോദിച്ചാൽ ഉള്ള കാര്യം ആരും പറയത്തില്ല. കാര്യം അത്രയും രൂപയുടെ മുദ്രപത്രവും അതിന്റെ രജിസ്ട്രേഷൻ ഫീയും കൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല, ആധാരം എഴുതുന്നവരും പറയും, നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഇനി മറ്റുള്ളവരൊക്കെ എഴുതാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്രയും വെക്കണ്ടെന്ന് പറയും. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നാണിക്കുക. യഥാർത്ഥം
വി ആർ ഡിസോണിങ്, വി ആർ അഷെയിംഡ് ഓഫ് ദ വേർഡ്സ് ഓഫ് ജീസസ്. കർത്താവിന്റെ വചനത്തെക്കുറിച്ച് എത്രയോ അവസരങ്ങളിൽ മക്കളുടെ മുമ്പിൽ, ഓഫീസിൽ, നാം ആയിരിക്കുന്നിടത്ത് നമ്മുടെ സാക്ഷ്യം നിലനിർത്താത്ത എല്ലാ ഇടപാടുകളിലും നാം ദൈവവചനത്തെക്കുറിച്ച് നാണിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ദിസ് ഈസ് എ സീരിയസ് മാറ്റർ. ഇതൊരു വളരെ ഗൗരവതരമായ കാര്യമാണ്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പത്രോസ് തള്ളി പറഞ്ഞു. ഇവിടെ യൂദ പോയി കെട്ടിയാന്ന് ചത്തു എന്ന് നമുക്കറിയാം. കാണിച്ച് ബിട്രൈഡ് എന്ന് പറഞ്ഞു, ഒറ്റിക്കൊടുത്തു. പത്രോസ് തള്ളി പറഞ്ഞു. നമ്മൾ പലപ്പോഴും നാണിക്കുന്നില്ലേ? നാം അവനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത് എപ്പം നാണിക്കുമെന്ന, എന്റെയും എൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരോടും കൂടെ ഞാൻ വരുമ്പോൾ ആ മഹത്വത്തിൽ ഞാൻ അവനെ കുറിച്ച് നാണിക്കും. അതൊരു വലിയ ഗൗരവതരമായ ഒരു സാഹചര്യമല്ലേ ഇന്ന് നാം കർത്താവിനെ കുറിച്ച് നാണിക്കുമ്പോൾ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആദിമസഭ എപ്പോഴും അവരെ ഓർപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യമല്ല. അവനോടുകൂടെ മരിച്ചെങ്കിൽ കൂടെ ജീവിക്കും, അവനോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, അവനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. പിന്നെ പറയുന്നത്, നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അതാ നമുക്കുള്ളൊരു ആശ്വാസം. അവിടെയാണ് നമ്മൾ പിടിക്കുന്നത്, അല്ലേ? നാം അവിശ്വസ്തരായാലും, പത്രോസിന്റെ കാര്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പത്രോസ് തള്ളിപ്പറഞ്ഞു, പക്ഷെ അവൻ പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. കർത്താവ് അവനെ തേടി, അല്ലേ? പിന്നെ കർത്താവ് പത്രോസിന് പിന്നെയും പ്രത്യക്ഷനായി അവനെ മറ്റ് ശിഷ്യന്മാരെ ഒക്കെ എൻകറേജ് ചെയ്തു. എങ്കിലും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, പത്രോസ് കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരോട്, അവര് എല്ലാവരും കൂടെ 7 ശിഷ്യന്മാരുണ്ടായിരുന്നു. 7 പേരും മീൻപിടുത്തക്കാരായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങള് വരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ അവരെല്ലാം കൂടെ മീൻ പിടിക്കാനായിട്ട് പോയി. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവരെ തേടി ആ കടൽക്കരയില്, തിബരിയാസ് കടൽക്കരയിൽ ചെന്നു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. നാഥാ, ഒന്നും കിട്ടിയില്ല അവർക്ക്. കർത്താവ് പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വീശുവീൻ. പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. അന്നേരം കർത്താവാണെന്ന് മനസ്സിലാക്കി കരയ്ക്ക് വന്നു. അവർക്ക് വറുത്ത മീനും തെൻകട്ടയും ഒക്കെ അവർക്ക് കൊടുത്തു. അത് ആസ്വദിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനെ പ്രത്യേകമായി ഒരു 1-to-1 കോൺവെർസേഷൻ, എല്ലാരോടും അല്ല, പത്രോസിനോട് മാത്രമായിട്ട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ വല്ലധികമായി എന്നെ സ്നേഹിക്കുന്നു? അത് 3 പ്രാവശ്യം ചോദിച്ചു. എന്തിനു വേണ്ടിയാ 3 പ്രാവശ്യം ചോദിച്ചത്? 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് 3-മതും ചോദിക്കയിൽ, കർത്താവെ, നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവനെ പുനഃസ്ഥാപിക്കുവാനായിട്ട്, അവനെ വീണ്ടും റിസ്റ്റോർ ചെയ്യുവാനായിട്ട് കർത്താവ് അവനെ തേടി ചെല്ലും. അത് തന്നെയാണ് ആദിമസഭയുടെ സാക്ഷ്യം. നാം വിശ്വസ്തരായാലും നാം അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനാണ്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. പ്രിയമുള്ളവരെ, ഇത് നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. എല്ലാ ദിവസവും നാമും നമ്മുടെ ജീവിതത്തിൽ പറയണം, നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. നാം അവന് വേണ്ടി സഹിക്കുന്നുവെങ്കിൽ, അവനോട് കൂടെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനെ തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായിട്ട് പാർക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യം. ദിസ് ഈസ് എ ട്രസ്റ്റ്വർത്തി സേയിങ്. നമുക്ക് എല്ലാ ദിവസവും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ബലഹീനതയിൽ, എൻ്റെ അവിശ്വസ്തതയിൽ കർത്താവ് എന്നെ തേടിയെത്തുന്ന കർത്താവാണ്. അവൻ എന്നെ മടക്കി കൊണ്ടുവരുന്ന കർത്താവാണ്. അവൻ എന്നെ വിശ്വാസത്തിൽ നിലനിർത്തുന്ന കർത്താവാണ്. അവൻ എന്നെ തള്ളിക്കളയുന്നില്ല. ഞാൻ ഇന്ന് എൻ്റെ പാപപ്രവർത്തികളെ മരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അവനോട് കൂടെ ജീവിക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടണമെങ്കിൽ, ഞാൻ ഇന്ന് വീണ്ടും അവനോട് കൂടെ ക്രൂശിക്കപ്പെടുകയാണ്. ഇന്ന് ഞാൻ അവന് വേണ്ടി സഹിക്കുകയാണ്, അവനോടുകൂടെ ജീവനിൽ വാഴുവാനായിട്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം നിങ്ങൾ ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഒരു വാഴ്ചയുടെ അധികാരമാണ് നമുക്ക് തരാനായിട്ട് പോകും. പ്രിയമുള്ളവരെ, നാം എന്നും നമ്മെ തന്നെ ഓർപ്പിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും.
ജയിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് ദിവസം തോറും നമ്മെ തന്നെ ഓർപ്പിക്കണം. മരിക്കണം, ലോകത്തിന് മരിക്കണം, പാപസംബന്ധമായിട്ട് മരിക്കണം, യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കണം. നമ്മെ മരിക്കുവാൻ സഹായിക്കുന്നത്, നമ്മെ ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നാം ആത്മാവിന്റെ ജീവനിൽ വാഴും. ഗലാത്യ ലേഖനത്തിൽ നാം പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ ആത്മാവിനാൽ നാം ജീവനിൽ വാഴും. നാം അവന് വേണ്ടി സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടും. പാപം നമ്മുടെ ശരീരത്തിൽ വാണതുപോലെ നാം യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ എത്ര അധികമായി, ഏറ്റവും അധികമായി അവന്റെ ജീവനിൽ വാഴും. അതാണ് എബണ്ടന്റ് ലൈഫ് എന്ന് പറയും. ഇത് സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് അവനോടുകൂടെ മരിക്കുമ്പോൾ പാപത്തിന് മരിക്കുന്നു, ലോകത്തിന് മരിക്കുന്നു, സ്വയത്തിന് മരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടുന്നതിനെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.